നമസ്കാരം. അപ്പോ 19-ാം തീയതിയാണ് IPL ഓഷൻ നടക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പോ അന്ന് അത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും, 20-ാം തീയതി മുതൽ എന്ത് ചെയ്യും, നമ്മുടെ ട്രേഡ് വിൻഡോ എന്ത് ചെയ്യും, ഓപ്പൺ ആയിരിക്കും. അത് അടുത്ത ഓഷൻ വരെ, അടുത്ത IPL ഓഷൻ വരെ എന്ത് ചെയ്യും, ഈ ട്രേഡ് വിൻഡോ ഓപ്പൺ തന്നെ ആയിരിക്കും, മനസ്സിലായല്ലോ. അപ്പൊ അതിനുശേഷം 20-ാം തീയതിക്ക് ശേഷമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഈ പറയുന്ന നമ്മുടെ രോഹിത് ശർമ്മ ഏത് ടീമിലേക്ക് പോകും. ഇപ്പൊ മുംബൈ ഇന്ത്യൻസിൽ തന്നെ കളിക്കുമോ, അതോ മറ്റെവിടെയെങ്കിലും പോകുമോ, ചെന്നൈ പിന്നീട് കൊണ്ടുപോകുമോ, ഡൽഹി കൊണ്ടുപോകുമോ, അതോ RCB കൊണ്ടുപോകുമോ, അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ നമുക്ക് തന്നെ അറിയാൻ കഴിഞ്ഞു, ഈ പറഞ്ഞ ഡൽഹി എന്ത് ചെയ്തു, നേരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, മുംബൈനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാപ്റ്റൻ ഒന്നുമില്ല, ഈ പറയുന്ന ഋഷഭ് പന്താണെങ്കിൽ പരിക്കിന്റെ പിടിയിലാണ്, ഒരു ക്യാപ്റ്റൻ ഇല്ല, ഒരു ഓപ്പണറും ഇല്ല, എന്താണ് ഈ പറയുന്ന ഡേവിഡ് വാർണർ ഉണ്ട്. അതിന്റെ കൂട്ടത്ത് രോഹിത് ശർമ്മയും കൂടി വന്ന കിട്ടില്ലം ഒരു ഓപ്പണറേയും കിട്ടും, കിട്ടില്ലം ഒരു എന്ത് ചെയ്യും കിട്ടും, ഒരു നല്ലൊരു ക്യാപ്റ്റനെയും കിട്ടും. അപ്പൊ ഡൽഹി ഈ പറയുന്ന രോഹിത് ശർമ്മയെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്റ്റനായിട്ട് കൂടിയാണ്, മനസ്സിലായോ. അതൊന്ന്. പക്ഷേ അവിടെ ആര് സമ്മതിക്കുന്നില്ല, ഈ പറയുന്ന നമ്മുടെ പിന്നീട് മുംബൈയുടെ മാനേജ്മെന്റ് സമ്മതിക്കുന്നില്ല, അവർ തയ്യാറല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വളർത്തയില്ല, എന്ത് ചെയ്യും, കൊല്ലേയില്ല, വളർത്തയില്ല എന്നുള്ള രീതിയാണ്. തിന്നേയില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കരുത്. കാരണം നീ ഇനി ഒരിടത്തും പോകണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി, നിന്റെ കരിയർ ഇതോടെ മുടിഞ്ഞു പോട്ടെ. നീ ഈ പറയുന്ന ആ ഭ്രാന്ത ആ ചതിയന്റെ കൊടുത്ത്, അതായത് ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യയുടെ അണ്ടറിൽ നീ കളിച്ചോണം എന്നുള്ള ഒരു ശാഠ്യത്തിലാണ് ആര് നിൽക്കുന്നത്, ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസ് നിൽക്കുന്നത്. വളരെ ചീറ്റിംഗ് ആണ് നടക്കുന്നത്. നമുക്കറിയാം ഇവിടെ എല്ലാവർക്കും ചതിയന്മാർക്ക് ഈ ലോകം എന്ന് പറയുന്നത്, മനസ്സിലായത്, ഇതൊക്കെ ഒരു കലിയുഗമാണ്. ഇവിടെ ചതിക്കാൻ അറിയുന്ന ആരുണ്ട്, അവന് മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാവില്ല, അവന് മാത്രമേ ഉയർച്ച ഉണ്ടാവും. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് കരുതിക്കോ, നമുക്കൊരു കമ്പനിയിൽ സ്ഥിരമായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ സകലതും ഈ കമ്പനിയെ അർപ്പിച്ച് ഒരു കള്ളത്തരവും ചെയ്യാതെ വളരെ ആത്മാർത്ഥതയോടെ ആ കമ്പനിയിൽ വർഷങ്ങളായി പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പണി ചെയ്യുന്നു എന്ന് കരുതുക. നമുക്ക് വർഷം തോറും നമുക്ക് എന്ത് ശമ്പള വർധനമുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു 1000 2000 ഒരു ശമ്പളത്തിന് 10 വർഷം കൊണ്ട് ഞാൻ അവിടെ പണി ചെയ്യാണ്. എനിക്കൊരു 1000 1500 അല്ലെങ്കിൽ ഒരു 1000 ഒരു വർഷം കഴിയുമ്പോൾ ഒരു 1000 വളരെ കുറവാണ്, ഒരു 500 രൂപ കൂട്ടിത്തരും. കാരണം വർഷങ്ങളായിട്ട് വളരെ എന്താണ് ആത്മാർത്ഥതയുടെ പണിതുകൊണ്ടിരിക്കുന്നതാണ് കൂട്ടിക്കൊടുക്കുന്നത്. ഈ 1000 1500 രൂപ മാക്സിമം പോയാ. പക്ഷെ ആ സ്ഥാനത്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ല, വേറെ വന്ന് നോക്ക്, പുതിയ നിർത്തനെ കൊണ്ടുവന്ന് അവൻ ചോദിക്കുന്ന ശമ്പളം കൊടുക്കും. അവൻ എന്ത് ചെയ്തു, അവന്റെ കമ്പനിയെ ചതിച്ചുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി ഇവിടെ വരണം. ഇവിടെ ഈ കമ്പനിക്കാരെ അവൻ എത്ര തേങ്ങയാണെന്ന് പറഞ്ഞാൽ അവന് ശമ്പളം കൂട്ടിക്കൊടുക്കും. പക്ഷെ ഇവിടെ വർഷങ്ങളായിട്ട് ആത്മാർത്ഥതയോട് പണിയെടുക്കുന്ന സ്വന്തം കമ്പനി അവന് ഒരു വകയില്ല. അതുകൊണ്ട് ചതിക്കാൻ അറിയാമെന്നുള്ളവൻ നീ പോടാ, നീ ഒരു ആത്മാർത്ഥയും കാണിക്കരുത്. ഒരു ആത്മാർത്ഥയും ഞാൻ പണമുള്ളടത്ത് ഞാൻ പോകും, എന്നെ വേണമെടുത്ത് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ അവനേ രക്ഷയുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യ എന്താ ചെയ്തത്, ഇവിടെ വന്ന് പണം മോഹിച്ച്, ക്യാപ്റ്റൻസി മോഹിച്ച് നേരെ അവിടെ പോയി, അപ്പുറത്ത് പോയി, അവിടെ നിന്ന് പിന്നെ ഒരു കളി ജയിച്ചു, അടുത്ത ഒരു കളി ഫൈനലിൽ കൊണ്ടുവന്നു. അത് വന്നപ്പോൾ ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസ് വീണ്ടും ചെന്ന് എന്ത് ചെയ്തു, വായം തുറന്ന് കാണിച്ചു, അതാ പണം ഇരിക്കുന്ന വാ തന്നെ ഇവിടെ ക്യാപ്റ്റനാണ്. അവൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വരാം, പക്ഷെ എന്നെ ക്യാപ്റ്റനാക്കണം. അവൻ അവിടെ രോഹിത് ശർമ്മ ആരൊന്നുമില്ല, എനിക്ക് ക്യാപ്റ്റൻ ആവണം. നമുക്കെല്ലാവരും അറിഞ്ഞല്ലോ ആരാണ് ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യ അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. രോഹിത് ശർമ്മയെ എടുത്ത് കളഞ്ഞിട്ട് എന്നെ ക്യാപ്റ്റൻ ആക്കണമെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് അത് സമ്മതിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ മുംബൈ ഇന്ത്യൻസ് എന്ത് ചെയ്തത്, ഇതിലോട്ട് കൊണ്ടുവന്നത്, ഇവനെ ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവന്നത്, മനസ്സിലായോ. എന്നിട്ട് കൊണ്ടുവന്ന ഉടനെ അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഇവരെന്തിനാ ഒരു ഫെയർവെൽ, അതായത് ഒരു മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു രോഹിത് ശർമ്മയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. രോഹിത് ശർമ്മയെ കൊണ്ട് പറയിപ്പിക്കണം, ഞാൻ മാറുകയാണ്, എന്തായാലും യങ്സ്റ്റേഴ്സിന് ഞാൻ അവസരം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ അങ്ങനെയുള്ള. അപ്പൊ രോഹിത് ശർമ്മ അത് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം രോഹിത് ശർമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, രോഹിത് ശർമ്മ അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള. ഇതുവരെക്കാട്ടും രോഹിത് ശർമ്മ ഒരു കമന്റ് പോലും, ഒരു പ്രതികരണം പോലും ഇതിനാസ്പദമായിട്ട് നടത്തിയിട്ടില്ല, മനസ്സിലാവില്ലേ. ഇവിടെ ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ഈ പറഞ്ഞ ഫാൻസ് കൊണ്ട് ഈ ഒരു ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത കൊഴിഞ്ഞുപോക്കലാണ് നടക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് 1 മില്യൺ ആണ് പോയിട്ടുള്ളത്. 1 മില്യൺ 10 ലക്ഷമാണ്, ചെറിയ കാര്യമൊന്നുമല്ല, മനസ്സിലായോ. 13.5 ആയിരുന്നു, ഇപ്പൊ എനിക്ക് തോന്നുന്നു 13.3 12.3 എന്തോ ആയി. അവരുടെ എക്സ് ഹാൻഡിലിന്റെ ഫോളോവേഴ്സും അങ്ങനെ കുത്തനെ കുഴിയാണ്. ഒരു പ്ലെയറിനെ മാറ്റിയത് കൊണ്ട് 10 ലക്ഷം 1 മില്യന് പുറത്ത് ആൾക്കാര് ഏതാണ്ട് 10-12 ലക്ഷം ആൾക്കാർക്കും പോയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഇത്രയും വലിയൊരു അടിയാണ് കിട്ടിയിരുന്നത്. അടിയൊക്കെ വാങ്ങിച്ച ആർക്കാണ്, ഈ പറയുന്ന പാങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരു ആത്മാർത്ഥതയില്ല, പണത്തിന് വേണ്ടി മാത്രം കളിക്കുന്ന ആർക്ക് വേണ്ടിയിട്ട്, ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യ. അവ എന്ത് തേങ്ങ തൊലിക്കാൻ പോണെന്ന് നിങ്ങൾ നോക്കിയോ, മുംബൈ ഇന്ത്യൻസ് 8 നിലയിൽ പൊട്ടും. അപ്പോ ഇവിടെ സംഭവിക്കുന്നത്, ഇനിയിപ്പം 19-ാം തീയതി മിനി ഓപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഡൽഹി വീണ്ടും അപ്രോച്ച് ചെയ്യും. ഡൽഹിക്ക് ഇത് കിട്ടിയേ പറ്റുള്ളൂ, രോഹിത് ശർമ്മ വീണ്ടും കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ് ഡൽഹി നിൽക്കുന്നത്.
ആ ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ഡൽഹിയിൽ പൈസ വേണം വാങ്ങാൻ, മനസ്സിലായോ? പൈസ അവര് മിച്ചം പിടിച്ച് വെച്ചിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള വിഷയമുണ്ട്. ഇപ്പം വരുന്ന ഒരു ന്യൂസ് അനുസരിച്ച് RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് എന്ത് ചെയ്തു, അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. അത് കൺഫർമേഷൻ ഇല്ല, അങ്ങനെ ന്യൂസ് വരുന്നുണ്ട്. അത് വിരാട് കോഹ്ലിയാണ് ഈ പറഞ്ഞത് അതിന് മുൻകൈ എടുക്കുന്നതൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ RCBയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കണക്കിന് എനിക്കിഷ്ടം RCBയിലേക്ക് പോകുന്നതാണ്. RCBയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് വിരാട് കോഹ്ലി തന്നെ മാറിക്കൊടുക്കും, അവനെ ക്യാപ്റ്റനാക്കാൻ വിരാട് കോഹ്ലി തന്നെ പറയാം, നമുക്കറിയാം, മനസ്സിലായി. അവർ അങ്ങനെ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. RCBയിൽ വന്നു കഴിഞ്ഞാൽ RCB തിരക്കിടന്ന് കപ്പ് കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഡൽഹി കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലാതെ മൂന്ന് പേര് രോഹിത് ശർമ്മയ്ക്ക് വേണ്ടി 3 ഫ്രാഞ്ചൈസികൾ അപ്രോച്ച് ചെയ്തു എന്ന് അറിയുന്നത്. അതിൽ 2 പേരുകളിൽ ഒന്ന് ഡൽഹിയും 2 ഈ പറയുന്ന RCBയുമാണ്. ഈ 2 പേരുടെ പേരുകൾ പുറത്തു വരുന്നുണ്ട്. ഒരാളുടെ പേര് പുറത്തു വരുന്നത് അതൊരിക്കലും ചെന്നൈ അല്ല. ചെന്നൈയിലേക്ക് ഒരിക്കലും ഈ പറയുന്ന രോഹിത് ശർമ്മ വരില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ചെന്നൈയിൽ ഓൾറെഡി ഫില്ലാണ്. അവിടെ രോഹിത് ശർമ്മയ്ക്ക് പ്ലേസ് കുറവാണ്. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഡൽഹിയിലേക്കാണ്, അല്ലെങ്കിൽ RCBയിലേക്ക്. ഇതിന്റെ ഇടയിൽ വേറെ ഏതോ ഒരു കൊൽക്കത്തയാണോ എന്ന് അറിയില്ല. കാരണം രോഹിത് ശർമ്മ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. രോഹിത് ശർമ്മ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. രോഹിത് ശർമ്മ നിങ്ങൾ ഈ പറഞ്ഞ മുംബൈയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേറെ ഏത് ഫ്രാഞ്ചൈസിലാണ് കളിക്കാൻ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ രോഹിത് ശർമ്മ പറഞ്ഞത് എനിക്ക് കൊൽക്കത്തയിലാണ് കളിക്കാൻ ആഗ്രഹമെന്ന്. രോഹിത് ശർമ്മ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടായിരുന്നു, മനസ്സിലായോ? അപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാൻ ഇത്രയേ ഉള്ളൂ. മുംബൈ ഇന്ത്യൻസിനോട് അംബാനിയുടെ അടുത്തൊക്കെ പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അവനെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ വേണ്ട. ഈ പറയുന്ന ഒരിക്കലും രോഹിത് ശർമ്മ, ഞാൻ എന്റെ പേഴ്സണലി പറഞ്ഞ ആ തെണ്ടിയുടെ കീഴിൽ കളിക്കാൻ പാടില്ല, ആ ചതിയന്റെ കീഴിൽ കളിക്കാൻ പാടില്ല. ഈ പറയുന്ന 8 നിലയിൽ പൊട്ടാൻ പോവുകയാണ് ഈ ആരാണ് പിന്നെ മുംബൈ ഇന്ത്യൻസ്. അതുമല്ല ഈ പറഞ്ഞ സ്കൈ ആയാലും ശരി തന്നെ, നമ്മുടെ ബുംറ ആയാലും ഇവരൊക്കെ കൊടിയും. മാക്സിമം പോയി അവരുടെയൊക്കെ അവസാനത്തെ IPL പിന്നീട് മുംബൈയിലുള്ള അവസാനത്തെ IPL ആയിരിക്കും. അടുത്ത കൊല്ലം അവരൊക്കെ കുഴിയും, മനസ്സിലായോ? കാരണം രോഹിത് ശർമ്മ അവര് ചെയ്യാൻ രോഹിത് ശർമ്മ ഈ വർഷവും കൂടി നിലനിർത്തിയിട്ട് 5 ട്രോഫിയിൽ തന്നു. ആ കൂടി 10 വർഷമേ നിങ്ങളിൽ കളിച്ച് 10 വർഷം നിങ്ങൾക്ക് ക്യാപ്റ്റനായിട്ട് കളിച്ചാൽ 5 ട്രോഫി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 2 വർഷം കൂടുമ്പോ ഒരു ട്രോഫി നിങ്ങൾക്ക് കൊണ്ടുവരികയാണ്. അതൊക്കെ മറന്നുകൊണ്ടാണ് നിങ്ങൾ കളിച്ചത്. അപ്പൊ അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞ പോലെ എന്താണ് ആത്മാർത്ഥയോട് കളിക്കുന്ന ബുംറയെയും സ്കൈനെയും ഒക്കെ ഉണ്ടായിട്ട് അവരെയൊക്കെ തെരഞ്ഞുകൊണ്ട് നിങ്ങളെ ചവിട്ടി തേച്ച് നിങ്ങൾ തള്ളക്കും വിളിച്ചിട്ട് പോയാൽ അവനെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് അവന്റെ പുറത്ത് വായോട്ട് ക്യാപ്റ്റൻസി കൊണ്ടുകൊടുത്ത ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, മനസ്സിലായി. ഇനി ഇവിടെ നിൽക്കുന്ന ടീമിലുള്ളവരൊക്കെ എല്ലാം ഒരു ചെറിയ ഒരു നീരസം വന്നിട്ടുണ്ട്. അവരുടെ കളിയിൽ അത് പ്രകടമായി കാണാൻ സാധിക്കും നമുക്ക്. ഇനി അവരുടെ എന്തെയും ഈ മുംബൈ വിട്ട് പോകാൻ വേണ്ടി പോകും. അതുപോലെ തന്നെ മുംബൈ കട്ടയും കൂടെ മടങ്ങി പൊളിഞ്ഞ് തരിപ്പണമായി പോയി. ഇപ്പൊ നമുക്കറിയില്ല ഈ IPL ഏറ്റവും വലിയൊരു ഫ്രാഞ്ചൈസി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യയാണ്. അതിപ്പോ മാറിയിട്ടുണ്ട്, ചെന്നൈയായിട്ട് മാറിയിട്ടുണ്ട് ഫോളോവേഴ്സിന്റെ കേസിൽ, മനസ്സിലായത്. അത് ചെന്നൈ മാറിയിട്ടുണ്ട്. ഇനിയും തകർന്നടിയും. ഇതുപോലുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഇനിയും നിങ്ങൾ തകർന്നടിയുകയാണ് ചെയ്യും. ഞാൻ പറയണേ, ഇവൻ RCBയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന അത് മുംബൈ ആയിട്ടുള്ള മാച്ചിൽ അടിച്ച് റൊട്ടി. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം രോഹിത് ശർമ്മ പൊളക്കാൻ പോവുകയാണ്. രോഹിത് ശർമ്മ അപാര ഫോമിലേക്കാണ് രോഹിത് ശർമ്മ പോകുന്നത്. രോഹിത് ശർമ്മ ഓപ്പൺ ട്രേഡിലേക്കാട്ടോ ഓപ്ഷനിലാട്ടോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ കോടികളിലായിരിക്കണം അവ അത്രയ്ക്കും ഈ പറഞ്ഞതുപോലെ ആർക്കും വേണ്ടാത്തല്ല. ഏത് ടീം എടുത്താലും രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ അതിനെക്കാട്ടും ഉപരി ഒരു ക്യാപ്റ്റനെ വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ടീമുമില്ല. എല്ലാ ടീമിനും ആഗ്രഹമുണ്ട് രോഹിത് ശർമ്മയെ പോലത്തെ ഒരു പ്ലെയർ നമ്മുടെ ടീമിൽ വേണമെന്ന്. പക്ഷെ നിങ്ങൾക്കത് ആഗ്രഹമില്ല. എന്നിട്ട് നിങ്ങൾ ആർക്കും കൊടുക്കുകയില്ല. നിങ്ങൾ ചവിട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ്, അമർത്തി വെച്ചിരിക്കുകയാണ്. അവനെ ജീവിക്കാൻ അനുവദിക്കില്ല, അവനെ മരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് ഒട്ടും ശരിയുള്ള കേസല്ല. എനിക്ക് തോന്നുന്നത് രോഹിത് ശർമ്മ മുഖ്യമായും ഈ സീസണിൽ എനിക്ക് തോന്നുന്നില്ല രോഹിത് ശർമ്മ ഈ പറയുന്ന ഫാൻസുകളുടെ ഇത്രയും പിന്നീട് പ്രതിഷേധം കണ്ടു, ഇത്രയും ഫാൻസുകൾ ഇത്രയും അൺഫോളോയും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ സ്ഥിതിക്ക് രോഹിത് ശർമ്മ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ കളിക്കാൻ പാടില്ല, മനസ്സിലായി. ഞാൻ പറയണ കളിക്കാൻ പാടില്ല. അങ്ങനെ വേണ്ടെങ്കിൽ ആ പൈസ പോട്ടെന്ന് കേൾക്കണോടാ, നീ പോ, എനിക്ക് വേണ്ടാന്ന് കേൾക്കണം, മനസ്സിലായോ? ഇതിനകത്ത് ഇവരുടെ ഈ പറയുന്ന കുറെ കോൺട്രാക്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് പെട്ട് കിടക്കുകയാണ്. എന്തൊക്കെയാണ് കോൺട്രാക്ട് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഈ പറയുന്ന 19-ാം തീയതി ആ ഒരു IPL ഓപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം 20-ാം തീയതി മുതൽ എന്ത് ചെയ്യുന്നു, ട്രേഡിംഗ് വിൻഡോ ഓപ്പൺ ആവും. അത് അടുത്ത കൊല്ലം വരെ അങ്ങനെ ഓപ്പൺ ആയി കിടക്കും. അപ്പൊ ആർക്ക് വേണോ ട്രേഡ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. ഡൽഹിയിൽ പോയാലും RCB പോയാലും എനിക്ക് ഒരേ കാര്യമുള്ളൂ, ഈ തെണ്ടിയുടെ കീഴിൽ കളിക്കാൻ പാടില്ല. നമുക്ക് വീണ്ടും കാണാം. ജയ്.